കോൺഗ്രസിനെ സംബന്ധിച്ച് ഫണ്ട് പിരിക്കുക, അതിനകത്തുനിന്ന് ഒരു വലിയ ഭാഗം തട്ടിയെടുക്കുക, അതിനകത്ത് ക്രമക്കേട് നടത്തുക എന്നുള്ളത് പുതിയ സംഭവമൊന്നുമല്ല. അവരുടെ മുൻ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ തോതിലുള്ള പണപ്പിരിവ് നടത്തി. എന്നാൽ ഇതുവരെ ആ സ്മാരകത്തിന് വേണ്ടി ഒരു കല്ല് പോലും അവരവിടെ വച്ചില്ല എന്നുള്ളത് എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ സംഭവമായിരുന്നു KPCCയുടെ വയനാട് ഫണ്ട് ശേഖരണം. ഇപ്പോൾ ഈ വയനാട് ഫണ്ട് ശേഖരണം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വിവരം. മുൻപ് പിരിച്ച ഫണ്ടിന്റെ തിരിമറിയെക്കുറിച്ചുള്ള പരാതികളും നേതാക്കളുടെ നിസ്സഹകരണവുമാണ് പ്രതിസന്ധി തീർക്കുന്നത്. പ്രസിഡന്റ് കെ സുധാകരനൊപ്പമുള്ള ചിലർ ഫണ്ട് അടിച്ചു മാറ്റിയെന്ന പരാതിയും പല പേരിൽ പിരിച്ച പണത്തെക്കുറിച്ച് അറിവില്ലാത്തതും MPമാർ അടക്കമുള്ളവരുടെ പിന്മാറ്റത്തിന് കാരണമായി എന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു. KPCC അധ്യക്ഷന്റെ പേരിൽ മാത്രം ഫണ്ട് എത്തിയാൽ തിരിമറി ഉറപ്പാണെന്ന ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് ബാങ്ക് അക്കൗണ്ടിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പേര് കൂടി ചേർത്തിരുന്നു. ഇത് സംബന്ധിച്ച സർക്കുലറും ഇറക്കി. എന്നിട്ടും ഫണ്ട് നൽകാനോ പിരിക്കാനോ നേതാക്കന്മാർ മുന്നോട്ട് വന്നിട്ടില്ല. ഇതാണ് ഫണ്ട് പിരിവ് തൃശങ്കുലാകാൻ കാരണം. വയനാട് പദ്ധതി പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കാൻ വൈകിയെന്ന പരാതിയും ഇപ്പോൾ നേതാക്കന്മാർക്കുണ്ട്. അതായത് ഇതിനിടയിൽ DCC അധ്യക്ഷന്മാരെ മാറ്റുമെന്ന പ്രഖ്യാപനവും വാർഡ് പുനഃസംഘടനാ നടപടി തുടങ്ങിയതും ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഉറപ്പില്ലാത്ത കസേലയിൽ നിന്ന് എന്തിനു പണം പിരിക്കണമെന്നാണ് പല DCC പ്രസിഡന്റുമാരുടെയും ചോദ്യം. 12 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പുനരധിവാസ പദ്ധതിക്ക് 1.5 കോടി രൂപ പോലും പിരിച്ചെടുക്കാൻ ഇപ്പോൾ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. വയനാട് പുനരധിവാസത്തിനായി 100 വീട് നിർമ്മിക്കുമെന്ന് രാഹുൽ ഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്. KPCC ഫണ്ട് ശേഖരിക്കാനും കോൺഗ്രസിന്റെ MPമാരും MLAമാരും ശമ്പളത്തിൽ നിന്ന് തുക നൽകാനും നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ ഇവരാരും ഈ നേതാക്കന്മാരാരും ഇത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഒരു നയാ പൈസ കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും മാത്രമാണ് ഒരു മാസം ശമ്പളം വയനാട് ഫണ്ടിലേക്ക് സംഭാവന നൽകിയത്. പ്രഖ്യാപിച്ച പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിൻ്റെ നാണക്കേട് ഒഴിവാക്കാൻ വെള്ളിയാഴ്ച, അതായത് ഇന്ന് KPCC ഭാരവാഹികളുടെ യോഗം ഇന്ന് കൊച്ചിയിൽ വെച്ചിരിക്കുകയാണ്. ഏതായാലും എത്രത്തോളം ഫണ്ട് പിരിച്ചുവെന്നോ എത്രത്തോളം ഫണ്ട് കൊടുക്കാൻ സാധിച്ചുവെന്നോ ഇനി അതല്ല ഈ പുനരധിവാസ പാക്കേജ് എങ്ങനെ നടപ്പിലാക്കണമോ എന്നുള്ള കാര്യത്തിൽ പോലും വലിയ തോതിലുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധി വലിയൊരു പദ്ധതി പ്രഖ്യാപിച്ചു പോയി, അത് അദ്ദേഹം നടത്തട്ടെ എന്നുള്ള നിലപാടാണ് ചില നേതാക്കന്മാരുടേത്. അതായത് ഇവരുടെ ഘടകകക്ഷിയായ UDFന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് പോലും 36 കോടിയോളം രൂപ പിരിച്ചെടുത്ത് അവരുടെ ഫണ്ട് ശേഖരണം അവർ പൂർത്തിയാക്കി വലിയ നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്തു. അത് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വിവിധ സന്നദ്ധ സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ ഫണ്ട് ശേഖരണം നടത്തിയിരുന്നു. അതും വലിയ വിജയമായിരുന്നു. എന്നാൽ പേരിലത്ര പ്രസക്തരല്ലാത്തവരായ സംഘടനകൾ പോലും പിരിച്ചപ്പോൾ വലിയ തോതിൽ ഫണ്ട് നൽകിയവരാണ് ഇന്ത്യയെ ദീർഘകാലം ഭരിച്ച ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഫണ്ട് ശേഖരണത്തെ അവജ്ഞയോടെ അതല്ലെങ്കിൽ യാതൊരു താല്പര്യമില്ലാതെ തള്ളിക്കളയുന്നത് എന്നുള്ളത് ജനങ്ങളിൽ നിന്നിൻ്റെ മനസ്സുകളിൽ നിന്ന് തന്നെ കോൺഗ്രസ് അകലുന്നു എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ അല്ലെങ്കിൽ സൂചനകളാണ് നൽകുന്നത്.